ഒരു പന്നി ഫാമുണ്ട്. ആ പന്നി ഫാമിൽ 10-100 പന്നികളെ വളർത്തുന്നതാണ്. അത് ആധുനികമായ രീതിയിലുള്ള പ്ലാന്റും എല്ലാം ഉണ്ടാക്കി വളരെ വൃത്തിയായിട്ടൊക്കെ വളർത്തുന്ന ഒരു ഫാമാണ്. ആ ഫാമിൻ്റെ മുകളിലാണ് ഇങ്ങനെയുള്ള 10-50 കിലോ ഭാരം വരുന്ന ഒരു സാധനം ഒന്ന് വീഴുന്നതായിട്ട് കാണുന്നത്. പക്ഷേ സാധനമൊന്നും കാണാനില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഈ ഫാം കുലുങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ യാദൃശ്യമായിട്ട് ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ ഈ ഒച്ചയും കേട്ടില്ല, ശബ്ദവും കേട്ടില്ല, മണൽ വാരി എറിയുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിതൊന്നും കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയാവുന്നുള്ളെന്ന് പറഞ്ഞു എന്നോട്. എന്നാൽ ഞാനെന്നാ ഇത് എന്നെ പഠിപ്പിച്ച ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് ആ വീടിൻ്റെ ഈ ഫാമിൻ്റെ താഴെ ഒരു കെട്ടിടം ഉണ്ടോ എന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അള്ള കയറി കിടക്കുന്നതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതിനകത്തുണ്ട്, താൻ അവിടെ ചെല്ലുമ്പോൾ അത് താഴോട്ടിറങ്ങുമെന്ന് പറഞ്ഞു. തന്നെ പേടിച്ചിട്ടാന്ന് താൻ പിടിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഞാനെ പിടിക്കാതിരുന്ന എങ്ങനെ ചോദിച്ചു. ഞാൻ കാര്യം ചെയ്യണം, വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ആദ്യം ആ കെട്ടിടത്തിൻ്റെ വളയം വെക്കാൻ പറഞ്ഞു. വളയം വെച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്ന് പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഞാനെണ്ണായിട്ട് അന്നേരം ഒന്നു ഞാൻ ഈ വീടിൻ്റെ ഈ ഇരുന്ന് കെട്ടിടം പന്നി ഫാമും വളയം വെച്ചു, ഈ കെട്ടിടവും വളയം വെച്ചു, പോകരുത്. ഞാൻ എന്നിട്ട് എൻ്റെ സാധനമായിട്ട് അകത്തോട്ട് കയറി ആവാഹിച്ചെടുത്തുകൊണ്ട് ആറ്റിലൊഴുക്കി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒട്ടും മണൽ വാരിച്ചേറുമില്ല, ഈ യാതൊരു കേസുമില്ല. അത് പിന്നെ ഇതേ വരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ സംഭവമാണ്. അത് ആനമറുതായിരുന്നാണ് പറയുന്നത്. അതായത് സ്കാൻ ചെയ്ത് നോക്കിയ ആനയുടെ എനർജി ബോഡിയാണ്. അപ്പോൾ സാറിനോട് എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞൊരു മൃഗത്തിൻ്റെ എനർജി ബോഡിയാണ്. പോയി എന്നെ പോയി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സാറ് പഠിപ്പിച്ചു വിട്ടതല്ലേ. ഉടനെ ഞാൻ പോയി അതിൻ്റെ എനർജി ബോഡി എന്നാന്ന് നോക്കി. ഓരോ പൂച്ചയുടെ പോലെ നോക്കി. പൂച്ചയാണോ അല്ല, പട്ടിയാണോ അല്ല, പശുവാണോ അല്ല, ആടാണോ നോക്കി അല്ല. അവസാനം നോക്കിയത് ആനയാണോ നോക്കിയപ്പോൾ ആനയുടെ എനർജി ബോഡിയാണ് കിട്ടിയത്. അത് പിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും മിണ്ടു കേട്ടോ. ഇനി അത് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുക, ചേട്ടാ അത് ആറ്റിക്കൊണ്ട് കളയണ്ടായിരുന്നു, അത് എൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടോൻ്റെ വീട്ടിൽ കൊണ്ടിടായിരുന്നു. എങ്ങനെയുണ്ട് ഇത് കൊണ്ട് മനസ്സിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടോൻ്റെ വീട്ടിൽ കൊണ്ടിടായിരുന്നു. ഞാനിത് പിടിച്ചുകൊണ്ട് ആറ്റിക്കൊണ്ട് തോഴുന്നത് ഒഴുക്കി വിട്ടു, അടുത്തോൻ്റെ വീട്ടിൽ കൊണ്ടിടായിരുന്നു. പേടിച്ച് വിറച്ചായിരുന്നു പന്നി ഫാമിൽ ചെന്ന് കഴിയുമ്പോൾ. കാരണം വലിയ ഭയങ്കര സൗണ്ടല്ലേ. എന്നാൽ ഞാനൊരു ദിവസം പറഞ്ഞിട്ട് എനിക്കൊട്ടും അനുഭവം ഒന്നുമില്ല. ഞാൻ പല ദിവസം രാത്രിയിലും പകലും ചെന്നു. അന്നേരം അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞു, അതേ താഴെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. താൻ അവിടെ ചെല്ലുന്ന ഇതൊക്കെ ത്രികാലജ്ഞാനമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്ന താൻ അവിടെ റോഡിൽ ചെല്ലുമ്പോൾ ഇത് താഴോട്ടിറങ്ങുമെന്ന് പറഞ്ഞു, ഒളിക്കുമെന്ന് പറഞ്ഞു. അറിഞ്ഞാൽ താൻ പിടിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞു.